നമ്മൾ ഫുട്ബോൾ ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാരക ട്രോളുകൾ നടത്താറുണ്ട്. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇന്നത്തെ മത്സരം ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ആർസനൽ തോറ്റപ്പോൾ എനിക്ക് ആർസനലിനെ ട്രോളാനോ കളിയാക്കാനോ ഒന്നും തോന്നുന്നില്ല. പെട്ടെന്ന് എനിക്ക് എൻ്റെ ടീം യുണൈറ്റഡിൻ്റെ കാര്യമാണ് ഓർമ്മ വരുന്നത്. കഴിഞ്ഞ 5 വർഷത്തിൽ എടാ നിൻ്റെ യുണൈറ്റഡ് എത്ര ഫൈനൽ കളിച്ചു, എത്ര സെമി കളിച്ചു, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലോട്ട് വരുമ്പോഴത്തേനും എനിക്ക് ആർസനലിനെ ട്രോളാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ PSG പോണക്കത്തെ ഒരു ടീം, PSG കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തത് PSG ആണ്. 45 ഗോളുകളാണ് ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് സീസണിൽ അവർ അടിച്ച് കൂട്ടിയിരിക്കുന്നത്. അതും ഒരു പ്ലെയറിനെ ഡിപ്പെൻഡ് ചെയ്തല്ല ഈ 45 ഗോളിൽ ഭൂരിഭാഗവും അവർ സ്കോർ ചെയ്തത്. അവരുടെ ഈ ഒരു 45 ഗോളുകൾ എന്ന് പറയുന്നത് 14 പ്ലെയേഴ്സിൻ്റെ ഇടയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് അവർ ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PSG എന്ന് പറയുന്ന ടീം അറ്റാക്കിംഗ് വൈസ് അത്ര ആക്രമണകാരിയും അത്ര അപകടകാരിയുമാണ്. അങ്ങനത്തെ ഒരു ടീമിനെ 65-ാമത്തെ മിനിറ്റ് വരെ ആർസനൽ അവരുടെ ഒരു ഇംഗിതത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ ഇട്ട് കളിപ്പിക്കാൻ ആർസനലിന് പറ്റിയിട്ടുണ്ട്. 5-ാമത്തെ മിനിറ്റിൽ ആർസനലിൽ ഗോൾ സ്കോർ ചെയ്ത് 1-0 മുന്നിലെത്തി. അപ്പം തന്നെ നമുക്കറിയാം ആർസനലിനെ നമ്മളൊക്കെ കളിയാക്കാറുണ്ട് 1-0 FC എന്ന്. അപ്പം 1-0 എത്തിക്കഴിഞ്ഞാലത്തെ ആർസനലിൻ്റെ ആറ്റിറ്റ്യൂഡ് നമുക്കറിയാം. അവർ മരിച്ച് ഡിഫെൻഡ് ചെയ്യും. അവർ വളരെ കൺവിൻസിങ് ആയിട്ട് ഈ ഒരു PSG ഫ്രണ്ട് ത്രീയെ ക്വാരറ്റ്സ്കേലിയ, ഡെംബെലെ, ഡെസ്രി ഡുവെ അവരൊക്കെ എന്ത് ചെയ്യണം എന്നറിയാതെ കിടന്ന് വിഷമിക്കുന്നത് നമ്മൾ പിച്ചിൽ കണ്ടു. അപ്പോൾ അവരെ ആ രീതിയിൽ ബുദ്ധിമുട്ടിച്ച് കോമ്പാക്റ്റായിട്ട് സ്പേസസ് കൊടുക്കാതെ ആർസനൽ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു. 65-ാമത്തെ മിനിറ്റ് വരെ അവരുടെ പ്ലാനുകളൊക്കെ വളരെ നല്ല രീതിയിൽ പോയി. കാരണം 77% പൊസഷൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ PSG-ക്കുണ്ട്. പക്ഷേ അവരുടെ XG 0.26, ഷോട്ട് ഓൺ ടാർഗറ്റ് 1. ആ സമയത്തും ആർസനലിന് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് അത് അവർ ഗോളാക്കി മാറ്റുകയും ചെയ്തു. അവർക്ക് 0.34, PSG-യെക്കാളിലും കൂടുതൽ XG 23% പൊസഷനും വെച്ചോണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർസനലിൻ്റെ ഗെയിം വളരെ സ്മൂത്തായിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 65-ാമത്തെ മിനിറ്റിൽ ആ ഒരു പെനാൽറ്റി കൺസീഡ് ചെയ്ത് ക്വാരറ്റ്സ്കേലിയെ വീഴ്ത്തി ഡെംബെലെ ആ ഒരു പെനാൽറ്റി സ്കോർ ചെയ്ത് അവിടുന്ന് ഗെയിം അങ്ങോട്ട് മാറി. അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ ആർസനലിന് ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ പോയിട്ട് അവർക്ക് ആ ഒരു ഡിഫെൻഡിങ് പരിപാടി മുന്നോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് മുന്നോട്ട് വന്ന് അവരുടെ അറ്റാക്ക് കാണിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന സ്ഥിതിയിലെത്തി. ആ സമയത്ത് കുറച്ച് എൻഡ് ടു എൻഡ് ഗെയിമൊക്കെ നടന്നു. എങ്കിലും ആർസനലിന് മര്യാദയ്ക്ക് അറ്റാക്ക് ചെയ്യാൻ അവർക്ക് അത് കഴിഞ്ഞ് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ മത്സരം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 120 മിനിറ്റ് രണ്ട് ടീമും കളിച്ച മത്സരത്തിൽ ഒരു വമ്പൻ ഫാക്ടറായിരുന്നു സ്ക്വാഡ് ഡെപ്ത് എന്ന് പറയുന്ന ആ ഒരു സംഭവം. രണ്ട് ടീമിനെ നമ്മൾ PSG-യും അതേപോലെ തന്നെ ആർസനലിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഫസ്റ്റ് ടീമിൽ ഡിഫൻസ് ഒഴികെ ബാക്കി എല്ലാ കാര്യത്തിലും ആർസനലിനേക്കാളും ബെറ്ററാണ് PSG. മിഡ്ഫീൽഡിൻ്റെ കാര്യത്തിലും അറ്റാക്കിലും എല്ലാം ആർസനലിനേക്കാളും ബെറ്റർ PSG ആണ്. പക്ഷേ നമ്മൾ ബെഞ്ചിലോട്ട് നോക്കിയാൽ, ബെഞ്ച് സ്ട്രെങ്തിൻ്റെ കാര്യം നോക്കിയാൽ ആർസനലിൻ്റെ ബെഞ്ചാണ് ബെറ്റർ. ആർസനൽ അവരുടെ ബെഞ്ചിൽ നിന്ന് കൊണ്ടുവരുന്ന പ്ലെയേഴ്സിനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എബ്രിച്ചേസെ അല്ലെങ്കിൽ ഗ്യോക്കോറസ്, മാർട്ടിനെല്ലി, മഡുവേക്കെ ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ, ഡിഫറൻസ് മേക്കർ ആകാൻ പറ്റുന്ന തരം പ്ലെയേഴ്സിനെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഗെയിം എൻഡ് ആകാറായ സമയങ്ങളിലൊക്കെ നോക്കിയാൽ PSG ഫ്രണ്ട് ത്രീ മടുത്തിട്ട് അവരെ ഓരോരുത്തരെയും, ഇപ്പം ഡെംബെലെ ആണെങ്കിലും ക്വാരറ്റ്സ്കേലിയൊക്കെ സബ് ചെയ്ത് അവിടെ വരുന്നത് ബ്രാഡ്ലി ബർക്കോള അല്ലെങ്കിൽ ഗോൺചാലോ റാമോസ് അങ്ങനത്തെ പ്ലെയേഴ്സാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആർസനലിന് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ക്വാളിറ്റിയുടെ കാര്യത്തിൽ. ഫ്രണ്ട് ത്രീയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ബെറ്റർ ഫ്രണ്ട് ത്രീ ആ സമയത്ത് ആർസനലിനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഫ്രണ്ട് ത്രീയെ വെച്ചുകൊണ്ട് ആർസനലിൽ കുറച്ചുകൂടെ അറ്റാക്സ് നടത്താമായിരുന്നു, ഗോളുകൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കാമായിരുന്നു. 120 മത്സരം കളിച്ച ആർസനലിന് ആകപ്പാടെ ഒരു ഷോട്ടാണ് ഓൺ ടാർഗറ്റ് ഉള്ളത്. അത് 5-ാമത്തെ മിനിറ്റിൽ അവർ സ്കോർ ചെയ്ത് അവരുടെ ആ ഒരു ഗോള്. ഈ പോക്ക് അല്ലെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ മാത്രമേ എനിക്ക് ചോദ്യം ചെയ്യാൻ എനിക്ക് തോന്നുന്നുള്ളൂ. എങ്കിലും ഞാൻ ഈ ഒരു ചോദ്യം ചെയ്യൽ നടത്തി എങ്കിലും ആർസനലിൽ തോക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഗബ്രിയേൽ ആ ഒരു അവസാന നിമിഷം ആ ഒരു പെനാൽറ്റിയുടെ സമയത്ത് ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ പുള്ളിക്ക് ആ ഒരു പ്രഷർ താങ്ങാൻ വയ്യാതെ പുള്ളി കാണിച്ച ആ ഒരു മിസ്റ്റേക്ക്, അതാണ് ആർസനൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ തോക്കാനുള്ള മെയിൻ കാരണം.
അപ്പം ഇത്തരം നോക്കൗട്ട് ടൂർണമെൻറ്റുകൾ ജയിക്കാൻ എനിക്ക് തോന്നുന്നു ആർസനലിൻ്റെ ഈ ഒരു 1-0 ഒക്കെ മുന്നിലെത്തി മത്സരം ഗ്രൈൻഡ് ചെയ്ത് ജയിക്കുന്ന ഈ ഒരു രീതിയിൽ നിന്നൊക്കെ കുറച്ചൊരു മാറ്റം നല്ലതായിരിക്കും എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ലീഗ് ജയിക്കുന്ന കാര്യത്തിൽ ഇത്തരം ആറ്റിറ്റ്യൂഡ് നല്ലതാണ്. പക്ഷേ കുറച്ച് ചേഞ്ചസ് ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ നോക്കൗട്ട് ടൂർണമെൻറ്റുകൾ വരുമ്പോൾ ആർസനൽ വരുത്തണം. ആർസനൽ കുറച്ചുകൂടെ അറ്റാക്കിംഗ് ഗെയിം മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഗോളുകൾ പിന്നെയും 1-0 മുന്നിലെത്തിയാൽ 2 അല്ലെങ്കിൽ 3 ഗോളുകൾ അടിച്ച് ഗെയിം സീല് ചെയ്യാനുള്ള ഒരു ശ്രമം ആർസനലിൻ്റെ ഭാഗത്തുനിന്ന് വരണം. അതിനുള്ള അറ്റാക്കിംഗ് പവർ ആർസനലിനുണ്ട്. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ തോറ്റതോടെ ആർസനലിൻ്റെ കാര്യം തീരുമാനമായി. ഇനി അവർക്കൊരു തിരിച്ചുവരവില്ല, അവർ മെൻ്റലി തകരും എന്നൊക്കെ പലരും കരുതുന്നുണ്ടായിരിക്കും. ഇത് നമ്മൾ ഇതിന് മുന്നേയും കണ്ടിട്ടുണ്ട്. പല പ്രാവശ്യമായിട്ട് പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ ജയിക്കും എന്നുള്ള തോന്നൽ വരുത്തിയിട്ട് അവസാനം നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും ആർസനൽ അടുത്ത സീസണിൽ വന്നിട്ട് ടൈറ്റിലിന് വേണ്ടി മാക്സിമം ശ്രമിക്കും, കഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു പേഷ്യൻസും കാര്യങ്ങളും ആർസനലിൻ്റെ പ്ലെയേഴ്സ്, കോച്ച്, ഫാൻസ് ഇവരുടെ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ എല്ലാ സീസണിലും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രീമിയർ ലീഗിൽ ഓരോ സീസണിലും ഫെയിൽ ആകുന്നതിനനുസരിച്ച് അവർക്ക് ജയിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം കൂടി വന്നു. അങ്ങനെ അവസാനം ഈ സീസൺ പ്രീമിയർ ലീഗ് അവർ ജയിച്ചു. ഇപ്പം ചാമ്പ്യൻസ് ലീഗിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 സീസൺ നോക്കിയാൽ കഴിഞ്ഞ സീസണിൻ്റെ മുന്നത്തെ സീസണിൽ അവർ ക്വാർട്ടറിലെത്തി, കഴിഞ്ഞ സീസൺ സെമി, ഈ സീസൺ ഫൈനൽ. അപ്പം ഗ്രാജുവലി ആ ഒരു പ്രോഗ്രസ് അവർ നടത്തുന്നുണ്ട്. ആർക്കറിയാം അടുത്ത സീസണിൽ അവരായിരിക്കുമോ ഇനിയും കപ്പ് ഉയർത്താൻ പോകുന്നത് എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ആർസനലിന് ആ ഒരു മെൻ്റൽ ടഫ്നെസ് അവരുടെ പ്ലെയേഴ്സിനും കോച്ചിനും ഈവൻ അവരുടെ ഫാൻസിനും ഉണ്ട്. അവരുടെ ഫാൻസിൻ്റെ പേഷ്യൻസ്, അതിനെയൊക്കെ നമ്മൾ ശരിക്കും സല്യൂട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. എന്നിരുന്നാലും നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ജയിച്ച PSG, അതും ചാമ്പ്യൻസ് ലീഗ് റയൽ മാഡ്രിഡിന് ശേഷം ചാമ്പ്യൻസ് ലീഗ് നിലനിർത്തുന്ന രണ്ടാമത്തെ ടീമായി PSG മാറി. അതുകൊണ്ട് തന്നെ ലുച്ചോയ്ക്കും ഈ ഒരു PSG ടീമിനും കൺഗ്രാജുലേഷൻസ് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നം കമൻസായിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ഇടണം.